بسم الله الرحمن الرحيم. وقنع بترك المشتهى والفاخر من مطعم وملابس ومنازلا من يطلب ما ليس يعنيه فقد فات الذي يعنيه من غير امتلاء. പ്രലോഭനങ്ങളെ അതിജയിക്കണം. റിസാല സ്റ്റഡി സർക്കിൾ പ്രചാരണം. സാമൂഹിക അരക്ഷിതാവസ്ഥയുടെ വാർത്തകൾ ഭീതിതമാം വിധം പ്രവാസ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനുഷിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു യുവജന പ്രസ്ഥാനം അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു. പ്രവാസ യൗവനങ്ങളുടെ സാംസ്കാരിക സംഘബോധം. റിസാല സ്റ്റഡി സർക്കിൾ കുവൈത്ത് നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിനു വേണ്ടി RSC ഫർവാനിയ സോൺ സമർപ്പിക്കുന്നു ഡോക്യുമെന്ററി പ്രലോഭനങ്ങളെ അതിജയിക്കണം. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പതിയെ മലയാളികൾ ലോഞ്ചുകളിലും പായക്കപ്പലുകളിലുമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര തുടങ്ങി. സ്വന്തം വീട്ടിലെ അടുപ്പിൽ തീപുകക്കാനായിരുന്നു ആദ്യം മലയാളികൾ പ്രവാസം ആരംഭിച്ചത്. കാലം അതിവേഗം കടന്നുപോയി. പ്രവാസത്തിന്റെ ലക്ഷ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. സഹോദരിമാരുടെ വിവാഹത്തിനും വീട് വെക്കാനും പൊങ്ങച്ചം കാണിക്കാനും തുടങ്ങി ശല്യം ഒഴിവാക്കാൻ നാട്ടുകാരും വീട്ടുകാരും ഗൾഫിലേക്ക് കയറ്റിവിട്ടവർ വരെയായി അത് പരിവർത്തിതമായി. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 ആണ്ടിൻ പാട്ടുകൾ ഉറച്ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. വരിക പഴയ കാലത്തെ നാട്ടിൻപുറങ്ങളുടെയും അങ്ങാടികളുടെയും മനോഹരമായ കാഴ്ചകൾ ഇന്നിന്റെ സമൂഹത്തിന് അന്യമാണ്. ഒരു ചായക്കടയും ബാർബർ ഷോപ്പും വായനശാലയും മാത്രമുള്ള കൊച്ചു ഗ്രാമം. ചായക്കടയിലെയും ബാർബർ ഷോപ്പിലെയും വായനശാലകളിലെയും ചർച്ചകളിലേക്ക് കടന്നു വരാത്തതായി ലോകത്തെ ഒരു സംഭവങ്ങളും ഉണ്ടാകാറില്ലായിരുന്നു. അവിടേക്കാണ് നീണ്ട വിദേശവാസത്തിനു ശേഷം പുതുപണക്കാരനായ പ്രവാസി കടന്നു വരുന്നത്. ഗൾഫിലേതുപോലെ തന്റെ നാടിന്റെ ഹൃദയഭാഗത്തും ഒരു ബഹുനില കെട്ടിടം പണിയാൻ പ്രവാസി താൽപര്യപ്പെടുന്നു. ചായക്കട നടത്തുന്ന സഹോദരന്റെ പിന്നാലെ പ്രവാസി പ്രലോഭനവുമായി എത്തുന്നു. കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 ആണ്ടിൻ പാട്ടുകൾ ഉറച്ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ? പലവിധ പ്രാരാബ്ദങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ചായക്കടക്കാരന്റെ മുന്നിൽ പ്രവാസി ചൂണ്ടയിടുന്നു. ഈ ചായക്കടയും സ്ഥലവും വിറ്റ് താങ്കളുടെ പ്രാരാബ്ദങ്ങൾ ഒക്കെ തീർത്തുകൂടെ? ഇന്ന് ഇവിടെ സെന്റിന് 5000 രൂപയാണ്. ഞാൻ നിങ്ങൾക്ക് 30,000 രൂപ തരാം. അങ്ങനെ 5000 രൂപയായിരുന്ന സ്ഥലത്തിന്റെ വില കുത്തനെ 30,000-ത്തിലേക്ക് ഉയർത്തി പ്രവാസി പ്രലോഭനത്തിന് വിത്തുപാകി. എത്രയും വേഗം തിരിച്ചു പോകേണ്ടിയിരുന്ന പ്രവാസിക്ക് അവിടെ ഒരു കോൺക്രീറ്റ് കെട്ടിടം പണിയേണ്ടിയിരുന്നു. അതിന് തൊഴിലാളികളെ ലഭിക്കാനായി 50 രൂപക്ക് ജോലി ചെയ്തിരുന്ന തൊഴിലാളിക്ക് 150ഉം 200ഉം കൊടുത്ത് പെട്ടെന്ന് പണി പൂർത്തിയാക്കി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. കൂലി കുത്തനെ വർദ്ധിച്ചു. ഇന്ന് 600നും 800നും തൊഴിലാളികളെ ലഭിക്കാതായി. ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 അങ്ങനെ നാടൻ ചായക്കടക്ക് പകരം ഹോട്ടലുകളും തുണിക്കടകൾക്ക് പകരം ടെക്സ്റ്റൈൽസുകളും വന്നു തുടങ്ങി. AC, നോൺ AC സെക്ഷനുകളായി പണക്കാരനും സാധാരണക്കാരനുമായി വിഭജിക്കപ്പെട്ടു. ഒരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജ്യം പണിതിടാൻ ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 ആണ്ടിൻ പാട്ടുകൾ ഉറച്ചൊരൊറ്റ
കൗതുകത്തോടെ നോക്കി നിന്നവർ പണമുണ്ടാക്കാൻ പരക്കം പാഞ്ഞു. പണക്കാർ ചെയ്തു കാണിക്കുന്നു, പാവപ്പെട്ടവർ അത് ഏറ്റുപിടിക്കാൻ നെട്ടോട്ടമോടുന്നു. തീർത്തിടാം പോർക്കളങ്ങളിൽ തിളച്ച 40 ആണ്ടിൻ പാട്ടുകൾ ഉറച്ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജം. മക്കളെ പഠിപ്പിക്കാൻ ലോൺ എടുക്കുന്നു, ഉന്നത ജോലി നേടാൻ വിദ്യ അഭ്യസിപ്പിക്കുന്നു, വീട് കാണിച്ച് മകളുടെ അല്ലെങ്കിൽ മകന്റെ വിവാഹം നടത്താൻ വീടുണ്ടാക്കുന്നു. അങ്ങനെ പോകുന്നു പ്രലോഭനങ്ങൾ. ചൊരൊറ്റ ശബ്ദമായുറക്കെ നാം മുഴക്കണം. വരിക കർമ്മ പന്തമേന്തി ധർമ്മരാജം പണിതിടാൻ. ഒരുമ മാനസങ്ങളാൽ കർമ്മഗാഥ തീർത്തിടാം. പോർക്കളങ്ങളിൽ തിളച്ച 40 ആണ്ടിൻ പാട്ടുകൾ ഉറച്ചൊരൊറ്റ. പരസ്യങ്ങളും വിപണിയും കാഴ്ചകളും നാട്ടാചാരങ്ങളും നമ്മെ പ്രലോഭിപ്പിക്കുന്നു. അവസാനം പ്രലോഭനത്തിന്റെ മായാക്കാഴ്ചകളിൽ വീണ് ജീവിതത്തിൽ തോറ്റുപോയവർ ഒരു തുണ്ടം കയറിലോ മറ്റോ ജീവിതം അവസാനിപ്പിക്കുന്നു. ചില തിരിച്ചറിവുകൾക്ക് സമയമായിരിക്കുന്നു. പ്രലോഭനങ്ങളെ അതിജയിക്കണം. യഥാർത്ഥത്തിൽ ഉത്തരവാദികൾ ആരാണ്? ജീവിതത്തെ യാഥാർത്ഥ്യപൂർവം സമീപിക്കുന്നതിൽ പരാജയപ്പെട്ടത് ആരാണ്? ഇവിടെയാണ് RSC നമുക്ക് അറിയാവുന്നതെങ്കിലും എന്നോ മറന്നുപോയ ചില തിരുത്തലുകളെ ഉണർത്തുന്നത്. ചെലവുകൾ നിയന്ത്രിച്ച് കരുതിവെക്കുക, കരുതിവെപ്പ് കഴിഞ്ഞ് ചെലവിടുക, വീട് ആവശ്യമുള്ള സൗകര്യങ്ങളാൽ മാത്രം കെട്ടിപ്പൊക്കുക, വർഷത്തിലൊരിക്കലോ അപൂർവമായോ ഉള്ള ആവശ്യങ്ങൾക്ക് സ്ഥലവും പണവും മുടക്കണോ. ഇലക്ട്രോണിക്സിലേക്കും വാഹനങ്ങളിലേക്കും മറ്റും ചിന്തിക്കുമ്പോൾ ഓപ്ഷനുകൾ നമുക്ക് എന്ത് പ്രയോജനം നൽകുന്നുവെന്ന് പലവട്ടം ആലോചിക്കണം. അധികം വാങ്ങാനുള്ള തന്ത്രങ്ങളാണ് ഓഫറുകൾ. ആവശ്യത്തിന് മാത്രം വാങ്ങുക, ബ്രാൻഡുകൾ നാം നിശ്ചയിക്കുക. ആവശ്യങ്ങളുടെ പട്ടികകളുമായി നമ്മെ വീട്ടുകാർ നിരന്തരം പിന്തുടരുന്നു. സന്തോഷിപ്പിക്കലുകളിൽ നാം സംതൃപ്തി കണ്ടെത്തുന്നു. വീട്ടുകാരുടെ, ഭാര്യയുടെ, മക്കളുടെ പ്രലോഭനങ്ങൾ, പരിഭവങ്ങൾ, അവരുടെ ശീലങ്ങളെ തിരുത്തണം. തുടക്കം മുതൽ നിയന്ത്രിച്ചു നിർത്തുന്നവർക്കാണ് വിജയമെന്നറിയണം. ജീവിതം എങ്ങനെയും ആസ്വാദ്യമാക്കണമെന്ന ധാരണകളെ തിരുത്തണം. ഗൾഫിൽ വന്നത് കഷ്ടപ്പാട് തീർക്കാനും കുറച്ച് സമ്പാദിക്കാനുമാണ്. 10 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് എന്തുണ്ടാക്കി എന്ന ചോദ്യം പലരെയും അസ്വസ്ഥമാക്കുന്നു. പണം സ്വസ്ഥത തരില്ലെന്നറിയണം. പെട്ടെന്ന് പണമുണ്ടാക്കണമെന്ന ആഗ്രഹം ചൂഷണം ചെയ്യപ്പെടുന്നു. ഗൾഫുകാരെ വട്ടമിട്ട് പറക്കുന്ന പല നിക്ഷേപ പദ്ധതികളും തട്ടിപ്പ് പ്രസ്ഥാനങ്ങളാണ്. ഉള്ള സമ്പാദ്യം കൊണ്ട് ഭൂമി, സ്വർണം എന്നിവ സ്വന്തമാക്കുകയോ വിശ്വസനീയമായ കൂട്ടുസംരംഭങ്ങൾ ഉണ്ടാക്കുകയോ ആവാം. ബിസിനസ്സുകൾ സൂക്ഷിച്ചു നടത്തണം. കച്ചവടത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. അതിൽ ഐശ്വര്യവും ഉണ്ടെന്ന് ഇസ്ലാം. ജീവിതത്തിൽ ലാളിത്യവും മിതത്വവും പാലിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉദാഹരണങ്ങൾ നിരവധിയാണ്. നമുക്ക് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഭാസുരമായ സ്വപ്നങ്ങൾ നെയ്യാം. ജീവിതം നമുക്ക് വിരസവും വേദനയുമല്ലാതാക്കാം. പ്രലോഭനങ്ങളെ നമുക്ക് അതിജയിക്കാം. നല്ല ജീവിതം പുലർത്താം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وذكر فإن الذكرى تنفع المؤمنين. നിങ്ങൾ ഉണർത്തൽ വിശ്വാസികളിൽ പ്രതിഫലനം സൃഷ്ടിക്കും. വിശുദ്ധ ഖുർആൻ.